Hi, my dear learners. Once again, welcome all of you to another new episode of my YouTube channel, Pace by Krishnakumar, or promoting acquisition of competence in English by Krishnakumar. And my dear learners, if you are visiting this channel for the first time, don't forget to subscribe it. പ്രിയപ്പെട്ടതാക്കളെ, 9ാം ക്ലാസ്സിലെ ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസണായ ഹാഫ് എ ഡേ, നജീബ് മെഹ്മൂസിൻ്റെ സ്റ്റോറിയായ ഹാഫ് എ ഡേ എന്ന ലെസൺ വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കഥാകൃത്തിനെ ഒന്ന് പരിചയപ്പെടാം. നജീബ് മെഹ്മൂസ് വാസ് ബോൺ ഇൻ ഓൾഡ് കെയ്റോ, ഈജിപ്റ്റ് ഇൻ 1911. 1911 ഈജിപ്തിലെ ഓൾഡ് കെയ്റോയിലാണ് നജീബ് മെഹ്മൂസ് എന്ന ഈ എഴുത്തുകാരൻ ജനിച്ചത്. ആഫ്റ്റർ റിസീവിംഗ് ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിലോസഫി ഫ്രം കെയ്റോ യൂണിവേഴ്സിറ്റി ഇൻ 1934, 1934 കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി നേടിയതിനു ശേഷം മെഹ്ഫൂസ് ജോയിൻഡ് ദ ഈജിപ്ഷ്യൻ സിവിൽ സർവീസ്. മെഹ്ഫൂസ് ഈജിപ്ഷ്യൻ സിവിൽ സർവീസിൽ ചേർന്നു. ഹീ ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ഇൻ അറബിക് ലിറ്ററേച്ചർ. അറബിക് ലിറ്ററേച്ചറിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് ഈജിപ്ഷ്യൻ ആൻഡ് ദ ഫസ്റ്റ് അറബ് റൈറ്റർ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഈജിപ്ഷ്യനും അതുപോലെ തന്നെ ആദ്യത്തെ അറബ് എഴുത്തുകാരനുമാണ് മെഹ്മൂസ്. ഹി പബ്ലിഷ്ഡ് 35 നോവൽസ്, around 350 ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് 26 സ്ക്രീൻ പ്ലേസ്. 35 നോവലുകളും അതേപോലെ തന്നെ ഏകദേശം 350ഓളം ഷോർട്ട് സ്റ്റോറികളും 26 സ്ക്രീൻ പ്ലേസും അദ്ദേഹം രചിച്ചു. ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ദ കെയ്റോ ട്രൈലോഗി ആൻഡ് ചിൽഡ്രൻ ഓഫ് ഗബലാവി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകളിൽപ്പെട്ടതാണ് ദ കെയ്റോ ട്രൈലോഗിയും അതുകൊണ്ട് തന്നെ ചിൽഡ്രൻ ഓഫ് ഗബലാവി. മെനി ഓഫ് മെഹ്ഫൂസ് വർക്ക്സ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ടു ഫിലിംസ്. മെഹ്ഫൂസിൻ്റെ പല നോവലുകളും രചനകളും സിനിമകളാക്കി മാറ്റപ്പെട്ടു. ഹി ഡൈഡ് ഓൺ 30 ഓഗസ്റ്റ് 2006. 2006 ഓഗസ്റ്റ് 30 അദ്ദേഹം മരണപ്പെട്ടു. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഹാഫ് എ ഡേ എന്ന ഈ സ്റ്റോറിയിലൂടെ, അതായത് അര ദിവസം എന്ന ഈ ഒരു കഥയിലൂടെ അദ്ദേഹം അടുത്ത അരമണിക്കൂർ കൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ കവർ ചെയ്തു പോകുന്നത് ഈ അരമണിക്കൂറിലൂടെ. അതായത് നമുക്കറിയാം, സ്റ്റോറി ഹാഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്യൂട്ടിഫുള്ളി അൺഫോൾഡ്സ് ദ 3 ഫേസസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളാണ് ഇവിടെ ഈ കഥയിലൂടെ കഥാകൃത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതായത് ദ ഏജ് ഓഫ് ഇന്നസെൻസ്. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ നിഷ്കളങ്കമായ ആ കാലഘട്ടമാണ് ഒന്നാമതായി ആദ്യഘട്ടം. ഒന്നാമത്തെ ഘട്ടം നമുക്ക് വിശദീകരിക്കുന്നത്. രണ്ടാമത് ദ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്, പിന്നീട് വളർച്ചയുടെയും പഠനത്തിൻ്റെയുമായ ഒരു ഘട്ടം. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ദ ഏജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്, നിസ്സഹായത, അതേപോലെ തന്നെ ഡിപ്പെൻഡൻസ്, പരാശ്രയം, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം. അങ്ങനെ ഇവിടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഖലീൽ ജിബ്രാൻ്റെ ഒരു കോട്ടോടു കൂടിയാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഈ ലെസൺ ആരംഭിക്കുന്നത്. യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേയ്സ് മെമ്മറി. ഇന്നലെ എന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് ഇന്നത്തെ ഓർമ്മകളിൽ മാത്രം. ആൻഡ് ടുമാറോ ഈസ് ടുഡേയ്സ് ഡ്രീം. അതേപോലെ തന്നെ നാളെ എന്നത് ഇന്നത്തെ സ്വപ്നങ്ങളിലാണ്. അപ്പോൾ ആത്യന്തികമായി ഇന്ന് അല്ലെങ്കിൽ ഈ പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമാണുള്ളത്. ഈ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നമുക്ക് യെസ്റ്റർഡേ ആയാലും ടുമാറോ ആയാലും ഫീൽ ചെയ്യാൻ കഴിയുന്നത്. അതാണ് ഖലീൽ ജിബ്രാൻ്റെ ഈ കോഡിലൂടെ പറയുന്നത്. നമുക്ക് അടുത്ത 2 ചോദ്യങ്ങളും അത് തന്നെയാണ് ചോദിക്കുന്നത്. ഹൗ ഡസ് ജിബ്രാൻ റിലേറ്റ് യെസ്റ്റർഡേ ടു ദ പ്രസൻറ്റ്? എങ്ങനെയാണ് ജിബ്രാൻ യെസ്റ്റർഡേ പ്രസൻറ്റുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? ഹൗ ഈസ് ടുമാറോ പ്രസൻറ്റ് ദീസ് ലൈൻസ്? എങ്ങനെയാണ് നാളെ ഈ ലൈനുകളിലൂടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ടൈം മൂവ്സ് ഓൺ കോൺസ്റ്റൻ്റ്ലി ഷേപ്പിംഗ് അവർ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. സമയം കടന്നു പോകുന്നു, അത് നിരന്തരമായ പതിവായി മാറ്റങ്ങളില്ലാതെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രസൻറ്റിനെയും പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും രൂപപ്പെടുത്തിക്കൊണ്ട് സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അങ്ങനെ കടന്നു പോവുകയാണ്. മെമ്മറീസ് ആർ ലൈക്ക് ത്രെഡ്സ് വോവൺ ഇൻ ടു ദ ഫാബ്രിക് ഓഫ് അവർ ലൈഫ്സ് ഇൻ മൊമെൻറ്റ്സ് ഓഫ് ജോയ് ആൻഡ് സോറോ. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്ന ചിത്രത്തുണികളെ രൂപപ്പെടുത്താൻ തുന്നുന്ന നൂലുകൾ പോലെയാണ് ഓർമ്മകൾ. ഇനി പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. അച്ഛൻ്റെ വലതുകരം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അതേ വലതുവശത്തേക്ക് കൂടെ മുന്നോട്ട് നീങ്ങി. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. അച്ഛൻ്റെ വലിയ കാൽച്ചുവടുകൾക്കൊപ്പമെത്താൻ വേണ്ടി ഞാൻ യഥാർത്ഥത്തിൽ ഓടുകയായിരുന്നു. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ. എൻ്റെ വസ്ത്രങ്ങളെല്ലാം പുതിയതായിരുന്നു. ദ ബ്ലാക്ക് ഷൂസ്, കറുത്ത ഷൂവ്,
ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം, അതേപോലെ പച്ച സ്കൂൾ യൂണിഫോം, ആൻഡ് ദ റെഡ് ടാർബൂഷ്, അതേപോലെ തന്നെ ചുമന്ന തലപ്പാവ്, ഇതൊക്കെ തന്നെ പുതിയതായിരുന്നു. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗവർ വാസ് മിക്സ്ഡ്, for this was no feast day, but the day on which I was to be cast into school for the first time. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ്, എൻ്റെ ഈ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഹൗവർ എന്നിരുന്നാലും വാസ് മിക്സ്ഡ്, അത് ഒരു സമ്മിശ്ര രൂപത്തിലുള്ള, കാരണം ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ, കാരണം ഇതൊരു പെരുന്നാൾ ദിനമൊന്നുമല്ല, ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം, മറിച്ച് സ്കൂളിലേക്ക് ആദ്യമായി ഞാൻ പോകുന്ന ദിനമാണ്, എൻ്റെ ആദ്യത്തെ സ്കൂൾ ദിനമാണ് എന്നുള്ളൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടൊരു പെരുന്നാളിൻ്റേതായ സന്തോഷത്തിനപ്പുറം ഒരുപാട് ടെൻഷനുകളൊക്കെ ഒരു അടങ്ങിയൊരു ദിവസമായിരുന്നു. മൈ മദർ സ്റ്റൂഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് എസ്, അമ്മ ജനൽപ്പടിയിൽ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ വുഡ് ടേൺ ടുവാർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. മാത്രമല്ല ഞാൻ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. എന്തിനുവേണ്ടിയെന്നറിയാം? അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്, അമ്മ എന്നെ രക്ഷിക്കണം, അതായത് എന്നെ സ്കൂളിലേക്ക് അച്ഛൻ എനിക്ക് താല്പര്യമില്ലാതെ കൊണ്ടുപോവുകയാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നത് പോലെ ഞാൻ അമ്മയെ ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അമ്മയെ ഞാൻ തിരിഞ്ഞ് നോക്കുമായിരുന്നു. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. അങ്ങനെ ഞങ്ങൾ തുടർന്ന് സ്ട്രീറ്റിലൂടെ, ഒരു തെരുവിലൂടെ പൂന്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഓൺ ബോത്ത് സൈഡ്സ് വെയർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. ഇരുവശങ്ങളിലും പാടങ്ങളാണ്, അതായത് ധാന്യങ്ങളൊക്കെ നട്ടു വളർത്തിയിരിക്കുന്ന പാടങ്ങൾ, അതേപോലെ തന്നെ ഹെന്ന ട്രീസ്, മൈലാഞ്ചി മരങ്ങൾ, ആൻഡ് എ ഫ്യൂ ഡേറ്റ് പ്ലാന്റ്സ്, അതേപോലെ തന്നെ ഈന്തപ്പഴം പിടിക്കുന്ന മരങ്ങൾ ഒക്കെ തന്നെ ഇരു സൈഡുകളിലും നമുക്ക് കാണാം. വൈ സ്കൂൾ? ഐ ചാലഞ്ച് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്തിനാ അച്ഛനെ സ്കൂളിൽ കൊണ്ടുവന്നേ? ഞാൻ വളരെ തുറന്ന മനസ്സോടെ, അല്ലെങ്കിൽ വളരെ ഓപ്പണായിട്ട് തന്നെ അച്ഛനോട് ചോദിച്ചു, എന്തിനാണ് എന്നെ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്? ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. ഞാൻ ഒരിക്കലും അച്ഛനെ ഏതെങ്കിലും രീതിയിൽ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഐ ആം നോട്ട് പണിഷിങ് യു ആം ഐ? ഹീ സെഡ് ലാഫിങ്. അപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ ഒരു രീതിയിൽ പോലും ശിക്ഷിക്കുകയല്ല. ആമൈ? ആണോ? അങ്ങനെ ശിക്ഷിക്കുകയാണോ? ഹീ സെഡ് ലാഫിങ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്കൂൾ ഈസ് നോട്ട് എസ് പണിഷ്മെൻറ്റ്, ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. മോനെ, സ്കൂളെന്ന് പറയുന്നത് ഒരു ഫാക്ടറിയാണ്, അതായത് നല്ല ആളുകളെ വാർത്തെടുക്കുന്നത്, അതായത് കുട്ടികളിൽ നിന്ന് നല്ല മനുഷ്യരാക്കി മാറ്റിയെടുക്കുന്ന ഒരു ഫാക്ടറി. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? മോന് വളർന്ന് വലിയ ആളാവണ്ടേ? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. എന്നെ ഇങ്ങോട്ട് ബോധ്യപ്പെടുത്തിയൊന്നുമില്ല ആ വാക്കുകളൊന്നും. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി എ ഹാഡ് ഇൻ ടിയറിങ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ഐ ഡിഡ് നോട്ട് ബിലീവ്, ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല, ദർ വാസ് റിയലി എനി ഗുഡ്, അതിനകത്ത് എന്തെങ്കിലും നന്മയുണ്ടോ? ഇതിനകത്താണ് ഹാഡ് ഇൻ ടിയറിങ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം, എൻ്റെ വീടിൻ്റെ താതാത്മ്യങ്ങളിൽ അല്ലെങ്കിൽ പൊരുത്തപ്പെടലുകളിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് എന്നെ മറ്റൊരു ബിൽഡിങ്ങിലേക്ക് എറിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും നന്മയോ നല്ല കാര്യമോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് കുട്ടിയുടെ ചിന്തയിൽ വരുന്നത്. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ് സ്റ്റേൺ ആൻഡ് ഗ്രിം. ഇതിപ്പം കാണുമ്പോൾ സ്കൂൾ കാണുമ്പോൾ ഞാൻ ലുക്ക്ഡ് ലൈക്ക് എന്താണ് സം ഹ്യൂജ്, വലിയ ഹൈ വാൾഡ്, വലിയ ഭിത്തികളുള്ള ഫോർട്രസ്, കോട്ട പോലെ, അത് സ്റ്റേൺ ആൻഡ് ഗ്രിം, വളരെ സ്ട്രിക്ട്നെസ്സും, നമുക്കൊരു ജയിലറെ പോലെ തോന്നുന്നുണ്ട്. വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റിലെത്തിയപ്പോഴേക്കും വി കുഡ് സീ ദ കോർട്ട് യാർഡ് വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ആ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഗേറ്റ് കണ്ടു, നമുക്ക് വി കുഡ് സീ ദ കോർട്ട് യാർഡ്, ആ സ്കൂളിൻ്റെ മൈതാനം, മുറ്റം നമുക്ക് കാണാം. വാസ്റ്റ്, വളരെ വിശാലമാണ്. ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, ഗേൾസിനെയും ബോയ്സിനെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ ക്രാംഡ്, തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഗോ ഇൻ ബൈ യുവർ സെൽഫ്, മോനെ അകത്തേക്ക് മോൻ തന്നെ വയ്ക്കൂ, സെഡ് മൈ ഫാദർ, എൻ്റെ അച്ഛൻ പറഞ്ഞു. ആൻഡ് ജോയിൻ ദം, എന്നിട്ട് അവരോടൊപ്പം എല്ലാം ജോയിൻ ചെയ്തു. എൻ്റെ കൂട്ടുകാരാണതിൽ, അവരുടെ ഒപ്പം ജോയിൻ ചെയ്തു. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, ആദ്യം മോന് മുഖത്ത് നല്ലൊരു പുഞ്ചിരി വരട്ടെ. ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ടു അതേഴ്സ്, മറ്റുള്ളവർക്കെല്ലാം മോനൊരു മാതൃകയായിട്ട് തന്നെ ചിരിച്ചുകൊണ്ട് മോൻ മുന്നോട്ട് പോയേ, ഒരു മിടുമിടുക്കൻ കുട്ടിയായിട്ട്. വോണ്ട് യു? അങ്ങനെ ആവണ്ടേ മോനെ? ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ ഹെസിറ്റേറ്റഡ്, ഞാൻ വിസമ്മതിച്ചു, ഞാൻ മടിച്ചു നിന്നു. ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്, അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പോകാനായിട്ട് മടിച്ചു നിന്നു. ബട്ട് ഹീ ജെന്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. പക്ഷേ അദ്ദേഹം സൗഹൃദത്തോടെ വളരെ മൃദുവായിട്ട് തന്നെ അകത്തേക്ക് തള്ളിവിട്ടിട്ട് പറഞ്ഞു, ബി ബോൾഡ്, മിടുക്കനായിരിക്കൂ, നല്ല ധൈര്യമായിട്ടിരിക്കൂ. ഹീ സെറ്റ്, ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. മോൻ ഇന്ന് ശരിക്കും ജീവിതം ആരംഭിക്കുകയാണ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു
വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. മോൻ തിരിച്ചു വരുമ്പോഴേ, സ്കൂളൊക്കെ വിട്ട് തിരിച്ചു വരുമ്പം ഈ ഗേറ്റിൽ മോനെയും കാത്തച്ഛൻ നിൽക്കുന്ന മോൻ ഉറപ്പായിട്ടും കാണാൻ കഴിയും. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്. ഞാൻ കുറച്ച് ചുവടുകൾ മുന്നോട്ട് നടന്നു. ദെൻ അപ്പോൾ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ക്ഡ്. പിന്നെ പെട്ടെന്ന് അവിടെ നിന്നു എന്നിട്ട് ഞാൻ നോക്കി. ബട്ട് സോ നത്തിങ്. പക്ഷേ ആരെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. പിന്നീട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ മുഖങ്ങൾ എൻ്റെ കാഴ്ചയിലേക്ക് തെളിഞ്ഞു വന്നു. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. അവരിൽ ആരെയും ഒരാളെപ്പോലും എനിക്കറിയില്ലായിരുന്നു. നൺ ഓഫ് ദം ന്യൂ മീ. അവർക്കാർക്കും എന്നെയും അറിയില്ലായിരുന്നു. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹൂ ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. അപരിചിതമായ ഒരു സ്ഥലത്ത് വഴിതെറ്റി വന്ന ഒരു അപരിചിതനെ പോലെ എനിക്ക് തോന്നി. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വെയർ ഡിറക്റ്റഡ് ടുവാർഡ് മീ. പക്ഷേ ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി, ഒരു പക്ഷേ അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ ക്യൂരിയോസിറ്റി, അറിയാനുള്ള ആഗ്രഹത്തിൻ്റെ നോട്ടങ്ങൾ, ഗ്ലാൻസസ് വെയർ ഡിറക്റ്റഡ് ടുവാർഡ് മീ, എൻ്റെ നേർക്ക് ഇങ്ങനെ വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് പേര് ആരാണ് ഞാനെന്ന് അറിയാനുള്ള ആഗ്രഹത്തോടെ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം എന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ്. അതേപോലെ തന്നെ ഒരു കൊച്ചുകുട്ടി, ഒരു ആൺകുട്ടി എൻ്റെ സമീപത്തേക്ക് വന്നു. അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ് എന്ന് ചോദിച്ചു, ഹൂ ബ്രോട്ട് യു? നിന്നെ ആര് കൊണ്ടുവന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, മൈ ഫാദർ. ഐ വിസ്പേർഡ്. ഞാൻ പിറുപിറുത്തുകൊണ്ട് അല്ലെ ഒരു പതിയ സ്വരത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ. മൈ ഫാദർ ഇസ് ഡെഡ്, ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി. പക്ഷേ വളരെ സിമ്പിളായിട്ട് അന്നേരം അവൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്. ആ ഗേറ്റ്, സ്കൂളിൻ്റെ വാതിലടച്ചു, ഗേറ്റ് അടച്ചു. ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. വല്ലാത്തൊരു ദീനരോധനമെന്ന് തോന്നുന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്. സം ഓഫ് ദി ചിൽഡ്രൻ ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. കുറേ കുട്ടികളാണെങ്കിൽ കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെ കരയാൻ തുടങ്ങി. ദ ബെൽ റാങ്. പെട്ടെന്ന് ബെല്ലടിച്ചു. അതായത് ആ സ്കൂൾ ആരംഭിക്കുന്നതിന് വേണ്ടി ആദ്യം ബെല്ലടിച്ചു. എ ലേഡി കെയിം അലോങ്. പെട്ടെന്ന് ഒരു സ്ത്രീ കടന്നു വന്നു. ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. ഒപ്പം കുറേ ആളുകളും കുറേ പുരുഷന്മാരും. ദ മെൻ ബിഗാൻ സോർട്ടിങ് എസ് ഇൻ ടു റാങ്ക്സ്. അതിനകത്ത് സ്ത്രീയോടൊപ്പം വന്ന പുരുഷന്മാർ, ആണുങ്ങൾ ഈ കുട്ടികളെല്ലാം കൂടെ അവരുടെ ഡിവിഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരെ സോർട്ട് ചെയ്യാൻ തുടങ്ങി. ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വുമൺ. പെട്ടെന്ന് ആ സ്ത്രീ പറഞ്ഞു, കുട്ടികളെ, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഹിയർ ടു ദെയർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെയുമുണ്ട് അച്ഛന്മാരും അമ്മമാരും ഒക്കെ. ഹിയർ ദെയർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. ഹിയർ ദെയർ ഈസ് എവറിത്തിങ്. ഇവിടെ എല്ലാം ഉണ്ട്. ദാറ്റ് ഈസ് എൻജോയബിൾ, നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന, ആൻഡ് ബെനിഫിഷ്യൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ടു നോളജ് ആൻഡ് ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിനും അറിവിനും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന എല്ലാം ഇവിടെയുണ്ട്. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. വോണ്ട് യു? ഡ്രൈ യുവർ ടിയേഴ്സ്, നിങ്ങളുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുക. ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി, എന്നിട്ട് ജീവിതം സന്തോഷത്തോടെ അങ്ങോട്ട് നേരിടുക. വോണ്ട് യു? അങ്ങനെ ആകണ്ടേ? ഇനിയിപ്പോൾ സ്റ്റോറി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. വി സബ്മിറ്റഡ് ടു ദി ഫാക്ട്സ്. ഞങ്ങൾ യാഥാർത്ഥ്യങ്ങളോട് കീഴടങ്ങാൻ തുടങ്ങി. ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടൻമെൻറ്റ്. ഈ ഒരു കീഴടങ്ങൽ ഒരുതരം സംതൃപ്തി ഞങ്ങളിലേക്ക് കൊണ്ടുവന്നു. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. നമുക്കറിയാം, ജീവജാലങ്ങൾ മറ്റ് ജീവജാലങ്ങളോട് അടുത്തുകൊണ്ടിരിക്കും. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് മൈ ഹേർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വെയർ ടു ബി മൈ ഫ്രണ്ട്സ്. എൻ്റെ ഹൃദയം സൗഹൃദമൊരുക്കി. വിത്ത് സച്ച് ബോയ്സ് ആസ് വെയർ ടു ബി മൈ ഫ്രണ്ട്സ്. എൻ്റെ സുഹൃത്തുക്കളാവേണ്ടവരെന്ന് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളാവേണ്ടവരെന്ന് എനിക്ക് ബോധ്യപ്പെട്ട കുട്ടികളുമായി ഞാൻ സൗഹൃദത്തിലായി. ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. അതേപോലെ തന്നെ എനിക്ക് പ്രണയം തോന്നുന്ന, അല്ലെങ്കിൽ എൻ്റെ പ്രണയിനികളാവേണ്ടവരെന്ന് ഞാൻ മനസ്സിലാക്കുന്ന പെൺകുട്ടികളുമായി ഞാൻ പ്രണയത്തിലായി. ദെൻ ഇറ്റ് സീംഡ് ടു മീ. പിന്നീട് എനിക്കിതിങ്ങനെ കാണപ്പെട്ടു. എനിക്ക് തോന്നിയത് മൈ മിസ്ഗിവിങ്സ് എനിക്കുണ്ടായിരുന്ന സംശയങ്ങൾ, എനിക്കുണ്ടായിരുന്ന സന്ദേഹങ്ങളൊക്കെ തന്നെ ഹാഡ് നോ ബേസിസ്. എനിക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന്. ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ച് സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്കൂളിനെ പറ്റിയുള്ള എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകൾക്കും യഥാർത്ഥത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് എ റിച്ച് വെറൈറ്റി. ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ട് പോലുമില്ല സ്കൂളിൽ ഇത്രമേൽ വൈവിധ്യങ്ങളാൽ ഇത്രമേൽ സമ്പന്നമായിരിക്കും സ്കൂളെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. ഞങ്ങൾ എല്ലാത്തരം ഗെയിമുകളും കളിച്ചു. സിങ്സ്, ദ വോൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്, അങ്ങനെയെല്ലാം. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. സംഗീത ക്ലാസ്സിൽ ഞങ്ങൾ ആദ്യത്തെ ഗാനം ആലപിച്ചു. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ ടു ലാംഗ്വേജ്.
ഞങ്ങളുടെ ഭാഷാ പഠനത്തിൻ്റെ പ്രാഥമിക അറിവും അവിടെ നിന്നാണ് ലഭിച്ചത്. വി സോ എ ഗ്ലോബ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഗ്ലോബും ഞങ്ങൾ അവിടെ കണ്ടു. വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്. അതിങ്ങനെ ചുറ്റിക്കറങ്ങി എന്നിട്ട് കാട്ടിത്തന്നു. ഷോഡ് ദ വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്, വിവിധ ഭൂഖണ്ഡങ്ങളും അതേപോലെ വിവിധ രാജ്യങ്ങളെയൊക്കെ അതിലൂടെ ഞാൻ കണ്ടു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയതും അവിടെ നിന്നായിരുന്നു. വി ഏറ്റ് ഡെലീഷ്യസ് ഫുഡ്, സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിച്ചു. ടുക്ക് എ ലിറ്റിൽ നാപ്പ്, കുറച്ച് നേരം ഒന്ന് മയങ്ങി. ആൻഡ് വോക്കപ്പ്, എന്നിട്ട് എണീറ്റു. ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പിന്നീട് സൗഹൃദങ്ങളും പ്രണയവും പ്ലേ ആൻഡ് ലേണിംഗ്, വിവിധതരം കളികളും ആൻഡ് ലേണിംഗ്, പഠനവും ഒക്കെ തന്നെ ഞങ്ങൾ തുടർന്നു. ആസ് അവർ പാത്ത് റിവീൽഡ് ഇറ്റ് സെൽഫ് ടു അസ്, ഞങ്ങളുടെ പാത സ്വയം ഞങ്ങൾക്ക് മുന്നിൽ വ്യക്തമായപ്പോൾ. ഹവർ, എന്നിരുന്നാലും വി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്. എന്നിരുന്നാലും ഇത് ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ കാണപ്പെട്ടില്ല. എങ്ങനെ? ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്, പൂർണ്ണമായും മധുരമേറിയത് അല്ലെങ്കിൽ മധുരതരമായത്, അല്ലെങ്കിൽ കാറും കൂളുമൊന്നുമില്ലാതെ വളരെ തെളിഞ്ഞതുമായിട്ടൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതേയില്ല. ഡസ്റ്റ് ലീഡൻ വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ് കുഡ് ഹാപ്പൻ സഡൻലി. പൊടിക്കാറ്റുകളും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ അപകടങ്ങളും ഒക്കെ തന്നെ പെട്ടെന്ന് സംഭവിക്കാം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സോ വി ഹാവ് ടു ബി വാച്ച്ഫുൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വാച്ച്ഫുൾ ആയിരിക്കണം, അലേർട്ടായിരിക്കണം, ജാഗരൂകരായിരിക്കണം എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ആൻഡ് വെരി പേഷ്യൻറ്റ്, അതേപോലെ തന്നെ വളരെ അങ്ങേയറ്റം ക്ഷമാശീലരുമായിരിക്കണമെന്ന് യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഇറ്റ് വാസ് നോട്ട് ഓൺ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. ഇത് അർത്ഥമില്ലാത്ത കളിച്ചിരിയോ വ്യർത്ഥമായ ചുറ്റിത്തിരിയലുകളോ ഒന്നുമായിരുന്നില്ല. റൈവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രഡ് ഓർ ഗീവ് റൈസ് ടു ഫൈറ്റിംഗ്. റൈവൽറീസ്, അതായത് കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരുപക്ഷെ കോമ്പറ്റീഷനോ സ്പർദ്ധയൊക്കെ തന്നെ കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ, അത് വേദനകൾ കൊണ്ടുവന്നേക്കാം. ആൻഡ് ഹേറ്റഡ്, അതേപോലെ തന്നെ വെറുപ്പ് കൊണ്ടുവന്നേക്കാം. ഓർ ഗീവ് റൈസ് ടു ഫൈറ്റിംഗ്, അതല്ലെങ്കിൽ അത് ഭയങ്കരമായ അടിപിടിയിലേക്കൊക്കെ തന്നെ പോയേക്കാം. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ. നമുക്കറിയാം, നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുമ്പം ആദ്യം നമ്മളെ പുഞ്ചിരിയോടെ നമ്മളെ നേരിട്ട അല്ലെങ്കിൽ വരവേറ്റ ആ സ്ത്രീ ഇപ്പോൾ ചിരിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ. ഷീ വുഡ് ഓഫൺ സ്കൗൾ, പക്ഷേ മിക്കപ്പോഴും അവർ ഇപ്പം ദേഷ്യത്തോടെ പുരികം ചുളിച്ച് കാണിക്കുക, സ്കൗൾ ചെയ്യുക. ആൻഡ് സ്കോൾഡ്, പിന്നെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി, അതിലുപരി കൂടെ ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്, ശിക്ഷണ നടപടികളും ചൂരിലോട്ടൊക്കെ അടിയൊക്കെ തീർന്നുണ്ട്. ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദി എൻഡ് ഓഫ് വർക്ക്. സ്കൂൾ കാലഘട്ടം തന്നെ, സ്കൂൾ പഠന കാലഘട്ടം കഴിഞ്ഞു എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ബെല്ലടിച്ചു. അല്ലാതെ ആ സ്കൂളിൻ്റെ ഒരു ദിവസത്തെ ബെല്ല്, അന്നത്തെ ദിവസം ക്ലാസ് തീർന്നതിൻ്റെ ബെല്ലല്ല. ഇതിവിടെ നമുക്കറിയാം ഹാഫ് എ ഡേ എന്നാണ് ഈ ലെസൻ്റെ പേര്, 3 ഘട്ടങ്ങൾ കംപ്ലീറ്റ് തീരാനുണ്ട്. അപ്പോൾ ഇവിടെ ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ. ആ സ്കൂൾ കാലഘട്ടം, എൻ്റെ സ്കൂൾ പഠനകാലം അവസാനിച്ചുകൊണ്ടുള്ള ബെല്ലടിച്ചു. ആൻഡ് ദ എൻഡ് ഓഫ് ദ വർക്ക്, എല്ലാ തരത്തിലുള്ള പഠന കാലഘട്ടത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ തീർന്നു. ദ ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ റഷ്ഡ് ടു വാച്ച് ദി ഗേറ്റ്. കുട്ടികളുടെ ഒരു കൂട്ടം തന്നെ, എല്ലാ കുട്ടികളും റഷ്ഡ് ടു വാച്ച് ദി ഗേറ്റ്, കവാടത്തിലേക്ക്, സ്കൂളിൻ്റെ ഗേറ്റിലേക്ക് വന്നു. വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ, അത് വീണ്ടും മലർക്ക് തുറക്കപ്പെട്ടു. ഐ ബെയ്ഡ് ഫെയർവെൽ ടു ദി ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. ആൻഡ് സ്വീറ്റ് ഹെർട്സ്, അതേപോലെ തന്നെ പ്രണയിനികൾക്കും എല്ലാം തന്നെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്, എന്നിട്ട് ഗേറ്റിലൂടെ ഞാൻ പുറത്തേക്ക് വന്നു. ഐ പിയേഡ് അറൗണ്ട്, ഞാൻ ചുറ്റും നോക്കി. ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ, പക്ഷേ അച്ഛൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു തുരുമ്പ് പോലും ഞാൻ കണ്ടില്ല. അച്ഛൻ അന്ന് എൻ്റെ കൈയും പിടിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ പറഞ്ഞിരുന്നു, എന്നും ഈ വാതിലിൽ, ഈ ഗേറ്റിൽ ഞാൻ സ്കൂൾ വിട്ട് കടന്നു വരുമ്പോൾ ഉണ്ടാകുമെന്ന്. പക്ഷേ അപ്പോൾ അച്ഛനെ കണ്ടില്ല. ഹു ഹാഡ് പ്രോമിസ്ഡ് മീ ടു ബി ദെയർ, എന്നോട് എപ്പോഴും അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് പ്രോമിസ് തന്ന അച്ഛനെ ഞാൻ കണ്ടില്ല. അച്ഛൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു തരുമ്പ് പോലും, ഒരു ട്രേസ് പോലും ഞാൻ കണ്ടില്ല. ഐ സ്റ്റെപ്ഡ് അസൈഡ് ടു വെയിറ്റ്, ഞാനൊരു വശത്തേക്ക് കാത്തിരിക്കാം എന്ന് കരുതി മുന്നോട്ട് നീങ്ങുന്നു. ഒരു പക്ഷേ അച്ഛൻ വന്നാലോ. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം, അങ്ങനെ ഞാൻ വിത്തൗട്ട് അവെയിൽ, അച്ഛനെ കണ്ടെത്താതെ ഒരുപാട് കാലം പിന്നീട് ഞാൻ മാത്രമായി അങ്ങനെ കടന്നുപോയി. പിന്നീട് അങ്ങനെ ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം, ഇനി വീട്ടിലേക്ക് പോകാം ഓൺ മൈ ഓൺ. ഇനി ഞാൻ സ്വന്തമായി, അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അച്ഛനില്ലാതെ സ്വന്തം കാര്യങ്ങളിൽ ഞാൻ മുന്നോട്ട് കാര്യങ്ങൾ പോയി. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഇനി വീട്ടിലേക്ക് തിരികെ ചെല്ലാം. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ്, അങ്ങനെ തനിച്ചുള്ള കുറേ കാൽവയ്പ്പുകൾക്ക് ശേഷം എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ, ഒരു മധ്യവയസ്കൻ ഇങ്ങനെ കടന്നു പോകുന്നു. ആൻഡ് ഐ റിയലൈസ്ഡ്, പെട്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, ദാറ്റ് ഐ ന്യൂ ഹിം, എനിക്കത് അറിയാവുന്ന ആളാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. ഹീ കെയിം ടുവാർഡ് മീ,
അയാൾ എൻ്റെ നേർക്ക് കടന്നു വന്നു, സ്മൈലിംഗ്, എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ്, എൻ്റെ കൈയിൽ പിടിച്ചു കുലുക്കി, സേയിങ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മിറ്റ്. നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലം അങ്ങോട്ടായല്ലോ, ഹൗ ആർ യു, ഇപ്പോൾ എന്നൊക്കെ എങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് മാൻ ലെവലിലേക്ക് നമ്മുടെ കഥാകൃത്ത് എത്തിയിരിക്കുകയാണ്. സുഹൃത്തിനെ കണ്ടു, പരിചയപ്പെട്ടു. പെട്ടെന്ന് സുഹൃത്ത് ചോദിച്ചു, എവിടെയായിരുന്നു ഇത്രയും കാലം, കണ്ടിട്ട് ഒരുപാട് കാലമൊക്കെ ആയല്ലോ എന്ന് ആ മിഡിൽ ഏജ്ഡ് മാൻ പറഞ്ഞു. വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ്, തല ആട്ടിക്കൊണ്ട് ഐ എഗ്രീഡ്, ഞാനും സമ്മതിച്ചു, വിത്ത് ഹിം, അവനോടൊപ്പം. ആൻഡ് ഇൻ ടേൺ ആസ്ക്ഡ്, തിരിച്ച് ഞാൻ ചോദിച്ചു, ആൻഡ് യു, നിനക്കെങ്ങനെയുണ്ട്, ഹൗ ആർ യു. അപ്പോൾ അവൻ പറഞ്ഞു, ആസ് യു ക്യാൻ സീ, നീ കാണുന്ന പോലെ നോട്ട് ആൾ ദാറ്റ് ഗുഡ്, അങ്ങനെ ഭയങ്കര സെറ്റപ്പിലൊന്നും അല്ല. ദ ഓൾ മൈറ്റി ബി പ്രൈസ്ഡ്, എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ. എഗെയിൻ ഹി ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്, വീണ്ടും അവൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് തിരികെ നടന്നു. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ്, പിന്നെയും ഞാൻ കുറേ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചു. ദെൻ കെയിം ടു എ സ്റ്റാർട്ടിൽഡ് ഹാർട്ട്, പെട്ടെന്ന് ഞാനൊരു സ്തബ്ധനായി അങ്ങ് നിന്നുപോയി. സ്റ്റാർട്ടിൽഡ് ഹാർട്ട്, ഗുഡ് ലോഡ്, ഓ ദൈവമേ, വേർ വാസ് ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്, എവിടെ പൂന്തോട്ടങ്ങളാൽ മനോഹരമായ ശാന്തമായ ആ തെരുവ് എവിടെ. വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു, അതെവിടെ അപ്രത്യക്ഷമായി. വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ് ഇറ്റ്, എങ്ങനെ ഈ ഇത്രയധികം വാഹനങ്ങളെല്ലാം ഇവിടേക്ക് കടന്നു കയറി. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലീവ് അപ്പോൺ ഇറ്റ് സർഫസ്, ഇത്രത്തോളം ജനങ്ങളൊക്കെ എല്ലാം കൂടെ വന്നിവിടെ താമസിച്ച് ഇത്രയും ജനനിബിഡമായൊരു ഏരിയയായി മാറിയത് എങ്ങനെ. ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്, എങ്ങനെ ഈ ഹിൽസ് ഓഫ് റെഫ്യൂസ്, ഈ മാലിന്യ കൂമ്പാരം, റെഫ്യൂസ് വേസ്റ്റ് മെറ്റീരിയൽസ്, ഹിൽസ് അതിൻ്റെ കൂമ്പാരം, കുന്നു, അപ്പം എങ്ങനെ ഈ മാലിന്യ കൂമ്പാരം കം ടു കവർ ഇറ്റ് സൈഡ്സ്, ഇതിൻ്റെ വശങ്ങളിലെ കവർ ചെയ്തത് എങ്ങനെയാണ്. ആൻഡ് വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേഡ് ഇറ്റ്, അതുപോലെ ഈ റോഡിന് ഇരുവശവും അതിർവരമ്പുകളായി നിലകൊണ്ടിരുന്ന ആ പാടങ്ങൾ എവിടെ. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ, പാടങ്ങളും പൂന്തോട്ടങ്ങളും ഈന്തപ്പനകളും ഒക്കെ നിന്നിരുന്നിടത്ത് വലിയ വലിയ ബിൽഡിങ്ങുകൾ സ്ഥാനം പിടിച്ചു. ദ സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ, തെരുവുകൾ കുട്ടികളെ കൊണ്ട് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ, കുട്ടികളെ കൊണ്ട് ഫിൽഡ് വിത്ത് നിറഞ്ഞു, ആ കുട്ടികളെ കൊണ്ട് നിറഞ്ഞു. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സ് ഷൂക്ക് ദ എയർ, അതുപോലെ തന്നെ വളരെയധികം അലോരസപ്പെടുത്തുന്ന ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഷൂക്ക് ദ എയർ, ആ എയറിനെ പിടിച്ചു കുലുക്കി, ആ അന്തരീക്ഷത്തെ പിടിച്ചു കുലുക്കി. ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്, അപ്പോഴതാ അവിടെ പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന സർക്കസിനെ പറ്റി അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘം, വിത്ത് ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. ആ സംഘത്തിന് മുന്നിലൂടെ ഇതാ ക്ലൗൺസും ഈ സർക്കസിലെ കോമാളികളും അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, ഫാരൂഖ് ദഹീറും ഒക്കെ തന്നെ വാക്കിംഗ് ഇൻ ഫ്രണ്ട്. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോൾഡ് മജസ്റ്റിക്കലി ബൈ, സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സിനെയും വഹിച്ചുകൊണ്ടുള്ള, കേന്ദ്ര സുരക്ഷാ സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള എ ലൈൻ ഓഫ് ട്രക്കുകളുടെ ഒരു നീണ്ട നിര തന്നെ ക്രോൾഡ് മജസ്റ്റിക്കലി ബൈ, രാജകീയ പ്രൗഢിയോട് അതുവഴി കടന്നുപോയി. ക്രോൾഡ് മജസ്റ്റിക്കലി ബൈ. ദ സൈറൺ ഓഫ് എ ഫയർ എഞ്ചിൻ ഷ്രീക്ഡ്, ഒരു ഫയർ എഞ്ചിൻ്റെ സൈറൻ മുഴങ്ങി, ഉച്ചത്തിൽ മുഴങ്ങി. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ക്ലിയർ, അതത്ര വ്യക്തമല്ല. ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് ഇറ്റ്സ് വേ, എങ്ങനെ ആ ഫയർ എഞ്ചിൻ, അങ്ങനെ ആ വാഹനം ഈ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് തീപിടുത്തം നടക്കുന്ന ആ ഭാഗത്തേക്ക് എങ്ങനെ ആ വാഹനം എത്തിച്ചേരും. ഹൗ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ. എ ബാറ്റിൽ റേജ്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ, ഒരു പാസഞ്ചറും ടാക്സി ഡ്രൈവറും തമ്മിൽ ഇവിടെ ഭയങ്കരമായ ഒരു വഴക്ക് നടക്കുന്നു. വൈൽ ദ പാസഞ്ചേഴ്സ് വൈഫ് കാൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ്, ഈ പാസഞ്ചറുടെ ഭാര്യ സഹായത്തിനായിട്ട് വിളിച്ച സമയത്ത് ആൻഡ് നോ വൺ ആൻസേർഡ്, ആരും തന്നെ അതിന് പ്രതികരിച്ചത്. ഗുഡ് ഗോഡ്, ദൈവമേ, ഐ വാസ് ഇൻ എ ഡേയ്സ്, ഞാൻ ആകെപ്പാടെ ഒരു പരിഭ്രമത്തിലായി. മൈ ഹെഡ് സ്പൺ, എനിക്ക് തലയങ്ങ് ചുറ്റുന്നു. ഐ ആൾമോസ്റ്റ് വെൻറ്റ് ക്രേസി, എനിക്ക് ആകെപ്പാടെ ഞാൻ ആശയക്കുഴപ്പത്തിലായി. എന്തോ ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻ ഹാഫ് എ ഡേ, എങ്ങനെ ഈ ഒരു ഹാഫ് എ ഡേയിൽ, നമുക്കറിയാം ഈ ലെസൺ അദ്ദേഹം പറയുന്ന ഈ 3 ഘട്ടങ്ങളെപ്പറ്റി, ഒരു ഹാഫ് എ ഡേ, അര ദിവസത്തിനകത്ത് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കൊണ്ടാണ് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്, ഏർലി മോർണിംഗിനും പ്രഭാതത്തിനും പ്രദോഷത്തിനും ഇടയിൽ, പ്രഭാതം എന്ന് അർത്ഥമാക്കുന്ന കുട്ടിക്കാലം, പ്രദോഷം എന്ന് പറയുന്നത് വാർദ്ധക്യകാലം. അപ്പോൾ ഈ കാര്യങ്ങൾക്കിടയിൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചില്ല. ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം, എനിക്കിതിൻ്റെയൊക്കെ ആൻസർ വീട്ടിലെത്തിയെങ്കിലും അറിയാൻ പറ്റൂ. വിത്ത് മൈ ഫാദർ, എൻ്റെ അച്ഛനോട് തിരക്കണം.
ബട്ട് വേർ വാസ് മൈ ഹോം? പക്ഷേ എവിടെ വീട് എവിടെ? ഐ കുഡ് സീ ഓൺലി ടാൾ ബിൽഡിങ്സ് ആൻഡ് ഹോർസ് ഓഫ് പീപ്പിൾ. എനിക്കിവിടെ ഭയങ്കരമായ ബഹുനില കെട്ടിടങ്ങളും അതുപോലെ തന്നെ ജനങ്ങളെ, ഒരുപാട് ഹോർസ് ഓഫ് പീപ്പിൾ, ആൾക്കൂട്ടത്തിനെയൊക്കെ കാണാൻ കഴിയുന്നുള്ളൂ. എവിടെ എൻ്റെ വീട്? ഐ ഹേസ്റ്റഡ് ഓൺ ടു ദ ക്രോസ് റോഡ്സ് ബിറ്റ്വീൻ ദി ഗാർഡൻസ് ആൻഡ് അബുഖോഡ. അബുഖോഡയുടെയും അതുകൊണ്ട് പൂന്തോട്ടങ്ങളുടെയും ഇടയിൽ, അബുഖോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെയിം ഓഫ് എ സ്ട്രീറ്റ് ഇൻ കെയ്റോയിലെ, ഈജിപ്തിലെ കെയ്റോയിലെ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ് ഈ അബുഖോഡ. അപ്പോൾ അബുഖോഡയുടെയും ആ ഗാർഡനുകളുടെയും ഇടയിലുള്ള ക്രോസ് റോഡിലൂടെ ഞാൻ തിടുക്കത്തിൽ ഞാൻ മുന്നോട്ട് നീങ്ങി. ഐ ഹാഡ് ടു ക്രോസ് അബുഖോഡ ടു റീച്ച് മൈ ഹൗസ്. എനിക്ക് ഈ അബുഖോഡ ക്രോസ് ചെയ്യണം വീട്ടിലെത്തിച്ചേരാനായിട്ട്. ബട്ട് ദ സ്ട്രീം ഓഫ് കാഴ്സ് വുഡ് നോട്ട് ലെറ്റ്. പക്ഷേ ഈ കാറുകളുടെ നിര അതിന് അനുവദിക്കുമോ? ദ ഫയർ എഞ്ചിൻസ് സൈറൻ വാസ് ഷീക്കിംഗ് at full pitch as it moved at a snail's pace. ഫയർ എഞ്ചിൻ്റെ ശബ്ദമാണെങ്കിൽ വാസ് ഷ്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച്, ഭയങ്കരമായി അതിൻ്റെ മാക്സിമം ശബ്ദം എടുത്ത് ഇങ്ങനെ അലറി വിളിക്കുകയാണ്. ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് എ സ്നെയിൽസ് പേസ്. പക്ഷേ ശബ്ദമേ ഉള്ളൂ, ഇത് മൂവ് ചെയ്യുന്നത് ഒരു സ്നെയിൽസിൻ്റെ പേസോടെയാണ്, ഒരു ഒച്ചിൻ്റെ വേഗതയിൽ. അത്രയ്ക്ക് വേഗത, ഒച്ചിൻ്റെ വേഗത അറിയാമല്ലോ, അത്രയ്ക്ക് ഇഴഞ്ഞു നീങ്ങുകയാണ്. കാരണം അത്രമേൽ ഈ വണ്ടികളുടെ തിരക്ക്, ജനങ്ങളുടെ തിരക്ക്. ആൻഡ് ഐ സെറ്റ് മൈസെൽഫ്, ഞാൻ എന്നിട്ട് എന്നോട് തന്നെ പറഞ്ഞു, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. യഥാർത്ഥത്തിൽ ഇതവിടെ ചെല്ലുമ്പോഴത്തേന് ഈ ഫയർ ഉണ്ടല്ലേ, അതിൻ്റെ മാക്സിമം സംഹാര താണ്ഡവം ആടി അതെന്തൊക്കെ നശിപ്പിക്കണോ അതെല്ലാം കൺസ്യൂം ചെയ്യുന്നതാണ്. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്. തീർത്തും എനിക്ക് ആകെപ്പാടെ ഞാൻ ഇറിറ്റേറ്റഡ് ആയി. ഐ വണ്ടേർഡ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്, എപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷൻ, ഞാൻ എങ്ങനെ എപ്പോൾ ഇത് ക്രോസ് ചെയ്യും, ഈ അബുഖോഡ എങ്ങനെ ക്രോസ് ചെയ്യും. ഐ സ്റ്റുഡ് ദെയർ എ ലോങ് ടൈം, ഞാൻ ഒരുപാട് നേരം അവിടെ നിലകൊണ്ടു. അൺടിൽ ദ യങ് ലാഡ് എംപ്ലോയിഡ് ദ അയണിങ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ്പ് ടു മീ. ആ കോർണറിലെ അയണിങ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന കൊച്ചു പയ്യൻ, യങ് ലാഡ്, കെയിം അപ്പ് ടു മീ, എൻ്റെ അടുത്തേക്ക് വരുന്നിടം വരെ ഐ സ്റ്റുഡ് ദെയർ എ ലോങ് ടൈം, ഞാൻ ഒത്തിരി നേരം അവിടെ നിന്നു. ഹീ സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെഡ് ഗാലന്റ്ലി, അവനവൻ്റെ കൈകൾ എനിക്ക് നേരെ നീട്ടിയിട്ട് ഗാലന്റ്ലി, പൊളൈറ്റ്ലി, വളരെ മര്യാദയോട് പറഞ്ഞു, ഗ്രാൻഡ് പാ, ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. ഞാൻ മുത്തച്ഛനെ ഈ റോഡ് മുറിച്ച് കിടക്കാൻ സഹായിക്കട്ടെ. അങ്ങനെ അച്ഛൻ്റെ കൈയും പിടിച്ച് സ്കൂളിലേക്ക് കടന്നു വന്ന കുട്ടി ഇന്ന് വളർന്നു വലുതായി ഒരു അപരിചിതനായ മറ്റൊരു കുട്ടിയുടെ കൈയും പിടിച്ച് ഒരു വൃദ്ധനായി, ഒരു മുത്തച്ഛനായി, നിസ്സഹായനായി, ഡിപ്പെൻഡൻ്റായി തിരികെ വീട്ടിലേക്ക് പോകുന്നതോടുകൂടി ഈ കഥ അവസാനിക്കും. And my dear learners, if you found this video useful, don't forget to share this video with somebody whom you think can be benefited from this video. So I will be back with another amazing video. Till then, bye bye.